എല്ലാവരും ഭൂമി നിശ്ചലമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് സങ്കൽപ്പിക്കുക. ഗലീലിയോ ഗലീലി എന്നൊരു മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, ഇല്ല, അത് ചലിക്കുന്നു. അദ്ദേഹത്തിന് തെളിവുണ്ടായിരുന്നു, സത്യമുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ ദുഷ്ടരായതുകൊണ്ടല്ല, മറിച്ച് അവർ വിശ്വസിച്ച എല്ലാറ്റിനെയും അത് വെല്ലുവിളിച്ചതുകൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം മനോഹരമായ എന്തോ സംഭവിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിനയപൂർവ്വം തെറ്റ് സമ്മതിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. കാരണം സത്യം അന്വേഷിക്കുന്നതിന് താഴ്മ ആവശ്യമാണ്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. യേശു സംസാരിക്കുന്നു. സ്വാഗതം ചെയ്യപ്പെടുന്നതിനു പകരം അവൻ ആരോപിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് ഭൂതബാധയുണ്ടെന്ന് അവർ പറയുന്നു. അവനൊരു നുണയനാണെന്നവർ പറയുന്നു. ഇവർ മോശമാളുകളല്ല, അവർ ആത്മാർത്ഥരുള്ളവരാണ്, ഭക്തപ്രവർത്തകരാണ്, സമർപ്പിതരാണ്. എന്നിട്ടും അവർക്കവനെ നഷ്ടമായി. യേശു പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരിക്കലും മരണം കാണുകയില്ല. പക്ഷേ അവരത് അക്ഷരാർത്ഥത്തിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അവരവനെ അബ്രഹാമുമായി താരതമ്യം ചെയ്യുന്നു. അവരവരുടെ പ്രതീക്ഷകൾ കൊണ്ടാണ് അവനെ അളക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്നു, നീ ആരാണെന്ന് അവകാശപ്പെടുന്നു? ആ ചോദ്യം അവരുടേതു മാത്രമല്ല, അത് നമ്മുടേതുമാണ്. ദുരന്തം അവർ ചോദ്യങ്ങൾ ചോദിച്ചു എന്നതല്ല. ദുരന്തം അവർ ഇനി ഉത്തരത്തിന് തുറന്നിരുന്നില്ല. അവർക്കിതിനകം അറിയാമായിരുന്നു ദൈവം എങ്ങനെയായിരിക്കണം, ദൈവം എങ്ങനെ പ്രവർത്തിക്കണം. അതിനാൽ ദൈവം അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അവർ അവനെ നിരസിച്ചു. അപ്പോൾ യേശു ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നു, നിങ്ങളവനെ അറിയുന്നില്ല. അത് സങ്കൽപ്പിക്കുക. അവർ പ്രാർത്ഥിക്കുന്നു, അവർ നിയമം പാലിക്കുന്നു, എന്നിട്ടും നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ല. കാരണം ദൈവത്തെ അറിയുക എന്നത് വെറും മതമല്ല, അത് ബന്ധമാണ്. പിന്നെ ഏറ്റവും ശക്തമായ നിമിഷം വരുന്നു. അബ്രഹാമിനു മുമ്പ് ഞാനാകുന്നു. ഭൂതകാലമല്ല, ഭാവിയല്ല, പക്ഷെ ശാശ്വതമാണ്. യേശു വെറുമൊരു അധ്യാപകനല്ല, അവൻ ദൈവം തന്നെയാണ്. ഇപ്പോൾ അവരെ നോക്കി അവർക്കെങ്ങനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എളുപ്പമാണ്. എന്നാൽ സുവിശേഷം ചോദ്യം നമ്മിലേക്ക് തിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ ദൈവമാക്കാൻ അനുവദിക്കുന്നുണ്ടോ? കാരണം നമ്മൾ പലപ്പോഴും പറയും, കർത്താവേ, എന്നെ അനുഗ്രഹിക്കണം, എന്നാൽ എന്നെ മാറ്റരുത്. എന്നെ നയിക്കൂ, പക്ഷേ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നിടത്തു മാത്രം. എന്റെ രക്ഷകനാവൂ, പക്ഷേ എന്റെ കർത്താവല്ല. പരീശന്മാർ ആത്മാർത്ഥരായിരുന്നു. പക്ഷേ ആത്മാർത്ഥത മാത്രം പോരാ. സത്യം നമ്മൾ സൃഷ്ടിക്കുന്നതൊന്നുമല്ല. സത്യമെന്നാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാളാണ്. അപ്പോസ്തലനായ പൗലോസിനെ നോക്കൂ. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതുവരെ താൻ പറഞ്ഞത് ശരിയാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ശിഷ്യന്മാരെ നോക്കൂ. അവർ പോലും കഷ്ടപ്പെട്ടു, അവനെ കണ്ടുമുട്ടുന്നതുവരെ. അപ്പോൾ ഇന്നത്തെ ക്ഷണം സംപ്ലിതമാണ്. കൂടുതൽ മനസ്സിലാക്കാൻ മാത്രമല്ല, കൂടുതൽ കീഴടങ്ങാനും, വ്യക്തതയിൽ അവനെ വിശ്വസിക്കാൻ, ആശയക്കുഴപ്പത്തിൽ അവനെ വിശ്വസിക്കാനും, സന്തോഷത്തോടെ അവനെ അനുഗമിക്കാൻ, കുരിശിൽ അവനോടൊപ്പം നടക്കാനും. അവസാനം നമ്മൾ കേൾക്കുന്നത്, യേശു ഒളിച്ച് ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ദൈവം സന്നിധനായിരുന്നു, അവർ അവനെ പുറത്താക്കി. എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ? ഞാനും അങ്ങനെ ചെയ്യുന്നിടത്ത്. എന്നാൽ ഇതാ ഒരു സന്തോഷവാർത്ത. ദൈവത്തിന്റെ സ്നേഹം മാറുന്നില്ല, ദൈവത്തിന്റെ സത്യം മാറുന്നില്ല, ദൈവത്തിന്റെ ഉടമ്പടി മാറുന്നില്ല. അവൻ ഇപ്പോഴും നമ്മെ തിരിച്ചു ക്ഷണിക്കുന്നു. യൂക്കറിസ്റ്റിലൂടെ, അനുരഞ്ജനത്തിലൂടെ, ബന്ധത്തിലേക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ തെറ്റായ ഉറപ്പ് നീക്കണമേ. എനിക്കൊരു എളിമയുള്ള ഹൃദയം തരണമേ. എന്നെ നിന്നിൽ വിശ്വസിക്കാൻ സഹായിക്കണമേ. എന്റെ ജീവിതത്തിൽ നീ ദൈവമായിരിക്കണമേ. കാരണം അബ്രഹാമിനു മുമ്പ്, നമ്മുടെ ഭയങ്ങൾക്ക് മുമ്പ്, എല്ലാത്തിനും മുമ്പ്, എല്ലാവരും ഒരുമിച്ച് പതുക്കെ യേശു. ആമേൻ. Thank you for watching.